ബാക്ക് ടു ഷിവാസ് ബ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു Q&A സെഷൻ ആയിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ആയിട്ടാണ്. അപ്പൊ കുറെ ആൾക്കാർ ഇത് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കിപ്പോ 21 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ആൻസർ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എനിക്ക് 21 ക്വസ്റ്റ്യൻസ് കിട്ടിയതും എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക് കടക്കാം. പിന്നെ എല്ലാം ഞാൻ ഈ ഒരു ഡയറിയിലാണ് എഴുതി വെച്ചത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ഡയറിയിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സനിത് സതീഷ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഫാമിലി യൂട്യൂബ് ചെയ്യുമ്പോ കട്ട സപ്പോർട്ടാണോ? ഫാമിലി യൂട്യൂബ് ചെയ്യുമ്പോൾ കട്ട സപ്പോർട്ടാണ്. അച്ഛനും അമ്മയും തന്നെയാണ് പറയാറ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് അവർ തന്നെയാണ് പറയാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇഷികയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് യു വേ ആസ്ക്ഡ് ടു ലിവ് യുവർ ലൈഫ് ആസ് എനി ഫിക്ഷണൽ ക്യാരക്ടർ, which one would you choose and why? അപ്പൊ ഫിക്ഷണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് സാങ്കല്പിക കഥാപാത്രം എന്നാണ് മലയാളത്തിന്റെ മീനിങ്. അപ്പൊ എനിക്ക് ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഉള്ളത് സിൻഡ്രേലനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോറീസ് ഒക്കെ കേൾക്കാറുണ്ട് ഞാൻ പണ്ടൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് സിൻഡ്രേലനെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പം അതാണ്, സ്റ്റോറീസ് എല്ലാം കേട്ടു. പിന്നെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് സിൻഡ്രേലന്റെ ഒരു ഇത് ആയിട്ട് വന്നത്. അപ്പം ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വസുദേവാണ്. വസുദേവ് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 4 എണ്ണത്തിന് ഞാൻ ഓരോരോ ആൻസർ പറയാം. അപ്പൊ വസുദേവ് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ടെൽ അബൌട്ട് യുവർ കസിൻസ്. കസിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അടിപൊളി കസിൻസ് ആണ്. അച്ഛന്റെ ഫാമിലിയിലായാലും അമ്മേന്റെ ഫാമിലിയിലായാലും എല്ലാവരും കട്ട സപ്പോർട്ടുമാണ്, ഫ്രണ്ട്ലി ആണ്. എല്ലാത്തിനും എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കസിൻസ് എല്ലാം അടിപൊളിയാണ്. ഈ കസിൻസിനെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ വസുദേവ് ചോദിച്ച തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്: ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്? യൂട്യൂബ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും എടുത്ത് ഞാൻ അങ്ങനെ കളിക്കാറൊന്നുമില്ല. യൂട്യൂബാണ്. യൂട്യൂബിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറെ വീഡിയോസ് എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ യൂട്യൂബാണ്. പിന്നെ വസുദേവ് ചോദിച്ച തേർഡ് ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? എന്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ട്. ഞാൻ കുറെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ ഇപ്പം ആരെ പറയാം, സ്വാതിക വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ DK ടേൽസ് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറെ യൂട്യൂബ്സ് അല്ലേ. പിന്നെ എനിക്ക് ASMR ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാരും കുറെ ആൾക്കാർ എനിക്ക് യൂട്യൂബറിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വസുദേവ് ചോദിച്ച ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് യുവർ ഹോബി? എന്റെ ഹോബി എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് റീഡിങ് ബുക്സ്, പിന്നെ സൈക്ലിംഗ്, പിന്നെ TV, അങ്ങനെ തന്നെ. അതെല്ലാം എന്റെ ഒരു ഹോബി ആയിട്ട് എനിക്ക് ഇതാക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് നന്ദന നന്ദൂസ് 28 ആണ്. അപ്പോ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സിബ്ലിംഗ്. അപ്പോ എനിക്ക് ഏച്ചിയാണുള്ളത്. അപ്പൊ ഏച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ എന്റെ സെക്കൻഡ് മദർ പോലെയാണ്. എന്റെ പേര് കളിക്കാനൊക്കെ വരാറുണ്ട്. പിന്നെ ഫോട്ടോ ആണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത്. ഫോട്ടോ എടുക്കാൻ ഭയങ്കരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ ഫോട്ടോ എടുക്കാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാൻ വിളിക്കും. അടിപൊളിയാണ്. ഏച്ചിയെല്ലാം നല്ല അടിപൊളിയാണ്. ഓക്കെ, ഇനി നന്ദന നന്ദസ് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ: തിങ്സ് യു ഡു വെൻ യു ആർ ബോർഡ്. ഞാൻ ബോറടിച്ച് നിൽക്കുന്ന ടൈം ഞാൻ ചെയ്യാറ് TV കാണും, യൂട്യൂബ് കാണും, പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കും. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ബോറടിച്ച് നിൽക്കുന്ന ടൈം ചെയ്യാറ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ദിയ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷെയർ 1 സിമിലാരിറ്റി ആൻഡ് 1 ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ സിസ്റ്റർ. അടിപൊളി ക്വസ്റ്റ്യൻ. എനിക്ക് അതിന്റെ ഡിഫറൻസ് പറയാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ സിമിലാരിറ്റിയിൽ തന്നെ വരാം. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല 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 സിനിമാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നല്ല ത്രില്ലായിട്ട് ഇങ്ങനെ
സിനിമ കാണുന്ന ടൈം ആരെങ്കിലും ഫോൺ എടുത്ത് നോക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുവോ നമുക്ക് ഇഷ്ടമല്ല. നമ്മളിങ്ങനെ പറയും ശബ്ദ മിണ്ടാണ്ടിരിക്കുക, നമ്മളൊന്ന് കാണട്ടെ എന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് സിമിലാരിറ്റി. പിന്നെ ഡിഫറൻസ് എന്ന് പറയാൻ ഒന്നും മാത്രമല്ല, കുറെ ഡിഫറൻസ് ഉണ്ട് നമ്മൾ തമ്മിൽ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻസ് ഞാൻ ഫുഡിന്റെ കുറിച്ച് പറയാം. എനിക്ക് ഫുഡ് എന്താ പറയാ, ഇങ്ങനെ നാടൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ കുറച്ച് നല്ല മോഡേൺ ആയിട്ടുള്ള ബർഗർ മറ്റേത് പറ്റാൻ എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ ഡിഫറൻസ് കുറെ ഉണ്ട്, അത് പറയുന്നത് എന്തൊന്നും തീരില്ല. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ആണ് ഞാനിപ്പോ പറയുന്നത്. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചത് ആര്യ M19 ആണ്. ഓൺലൈൻ ക്ലാസ് ഓർ വെർച്വൽ? ഓൺലൈൻ ക്ലാസ് ഒരു വെർച്വൽ എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വെർച്വലേ പറയൂ. എന്ന് വെച്ചാൽ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഓൺലൈൻ ക്ലാസ് നമ്മൾ ഫോണിന്റെ മുമ്പിൽ മാത്രം ആയതുകൊണ്ട് ഫ്രണ്ട്സിനെയും കാണാൻ കഴിയുന്നില്ല, ടീച്ചേഴ്സിനെയും കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഫോണിനോട് സംസാരിക്കുന്ന പോലെ ഫോണിനോട് മാത്രമാണല്ലോ. വെർച്വൽ ക്ലാസ് ആകുമ്പോൾ സ്കൂളിൽ പോയിട്ട് നമുക്ക് ഫ്രണ്ട്സിനെയും കാണാം, ടീച്ചേഴ്സിനെയും കാണാം, എല്ലാം അടിപ്പിച്ച് പൊളിക്കാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും എനിക്ക് സ്കൂൾ ലൈഫാണ് എനിക്ക് ഇഷ്ടം. സ്കൂൾ ലൈഫ് അല്ല കേട്ടോ, വെർച്വൽ ആണ് എനിക്ക് ഇഷ്ടം. അടുത്ത 7th ക്വസ്റ്റ്യൻ ചോദിച്ചത് ഗൗതം 8821 ആണ് ചോദിച്ചത്. നിന്റെ ഏച്ചിയെ എന്താ വീഡിയോയിൽ കാണിക്കാതെ? എന്റെ ഏച്ചിയെ ഞാൻ കാണിക്കാതെയല്ല, വരാതെയാണ്. ഞാൻ എത്ര പറഞ്ഞാലും വീഡിയോയിൽ വരാറില്ല. ഞാൻ എന്ത് ചെയ്യാനാ, വരുന്നില്ല. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അടുത്ത 8th ക്വസ്റ്റ്യൻ ചോദിച്ചത് മീ ശ്രീതിയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് യുവർ പാഷൻ ആൻഡ് വാട്ട് ഇൻസ്പയർസ് യു? എന്റെ പാഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പാഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എനിക്ക് 2 പാഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് ടീച്ചറും ഡോക്ടറും ആവണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇതിൽ എന്തായാലും ഒന്നേ ആകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പോഴെന്താ ടീച്ചറോ അല്ലെങ്കിൽ ഡോക്ടറോ ഇതിൽ ഏതെങ്കിലും ഒന്നാവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് വാട്ട് ഇൻസ്പയർസ് യു എന്ന് വെച്ചാൽ ഡോക്ടർ ആകുമ്പോൾ കുറെ ആൾക്കാരെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെനിക്കാണ് ഡോക്ടറിന്റെ ആ ഒരു ഇതായിട്ട് എനിക്ക് ഇഷ്ടം. പിന്നെ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നല്ല ആ സാരിയൊക്കെ കൊടുത്ത് വന്ന് പഠിപ്പിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അതുകൊണ്ടാണ് ടീച്ചർ. പിന്നെ ഇനി വലുതായാലും മാറുമോ എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഉള്ള പാഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ടീച്ചർ ഒന്നുകിൽ ഡോക്ടർ, ഇതിൽ ഏതെങ്കിലും ഒന്നാവാനാണ് എനിക്കിഷ്ടം. അപ്പൊ 9th ക്വസ്റ്റ്യൻ ചോദിച്ചത് സാരംഗ് സതീഷ് ആണ്. അപ്പൊ സാരംഗ് സതീഷ് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ടീച്ചർ ആൻഡ് വൈ? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയാൻ ഒരാൾ എന്തായാലും എടുത്ത് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ LKG തൊട്ട് എത്ര വിധമുണ്ട് അത്രയും ടീച്ചേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്താ പറയാ, നല്ല നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും അവരോട് ചോദിക്കാം. അപ്പൊ എല്ലാ ടീച്ചേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ഫ്രണ്ട്ലി ആണ്, എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ സാരംഗ് സതീഷ് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ, which is your favorite subject? എന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയാൻ സയൻസ് ഇഷ്ടമാണ്, മലയാളം ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ഇഷ്ടമാണ്, പിന്നെ കുറച്ച് മാത്സും ഇഷ്ടമാണ്. ഇത് 4ആണ്. ഓക്കെ, സാരംഗ് സതീഷ് ചോദിച്ച 3ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇസ് യുവർ ഫേവറേറ്റ് പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി? എനിക്ക് അങ്ങനെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിട്ട് ഇപ്പൊ എനിക്കൊന്നും അറിയാം. അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിട്ട് ആരുമില്ല. എല്ലാവരും അതേപോലെ തന്നെ. അതിന്റെ ഇതൊന്നും ആയതുകൊണ്ട് അതൊന്നുമില്ല. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇസ് യുവർ ഫേവറേറ്റ് തമിഴ് ആക്ടർ? എന്റെ ഫേവറേറ്റ് തമിഴ് ആക്ടർ വിജയ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചത് കൃഷ്ണപ്രിയയാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് അനോയിങ് തിങ് ടു യു? എനിക്ക് മോസ്റ്റ് അനോയിങ് ആയിട്ട് തോന്നുന്ന തിങ് എന്ന് പറഞ്ഞാല് ഇറിറ്റേറ്റിംഗ് ആണ്. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് മോസ്റ്റ് അനോയിങ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചത് സൽവയാണ്. ചോദിച്ചത് എഡിറ്റിംഗ് ആപ്പ് ആൻഡ് ഫോൺ. എനിക്ക് അങ്ങനെ എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയാൻ അങ്ങനെ ഒരു ആപ്പ് ഇല്ല. അങ്ങനെ ഒരു ആപ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോസ് എല്ലാം ഒന്ന് ഒരുമിച്ചാക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് വ്ലോഗു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. പിന്നെ ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് 9 Pro ആണ്. അല്ല, ആ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതാണ്. പിന്നെ 12th ക്വസ്റ്റ്യൻ ചോദിച്ചത് അനു ഉമേഷ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് യുവർ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? എന്റെ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമയാണ്. ഞാൻ LKG ചെയ്തൊരു ഡ്രാമയാണ്. അപ്പോൾ ആ ഡ്രാമയിൽ ഞാനൊരു ബോയ് ആയിട്ടാണ് അഭിനയിച്ചത്. എന്റെ
ജോ ജോസഫ് ആയിരുന്നു എന്റെ പേര്. എനിക്ക് ഒരു വൈഫും ഉണ്ട്, പിന്നെ 3 പെൺകുട്ടികൾ ഉണ്ട്. 3 പെൺകുട്ടികളുണ്ട്. അപ്പൊ എന്റെ ഭാര്യന്റെ പേര് മേരി എന്നാണ്. കുട്ടികളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. മേരി എന്നായിട്ടാണ് ഭാര്യയുടെ പേര്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും, നമ്മൾ ആനുവൽ ഡേ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. അപ്പൊ അവിടെ കുറെ ആ ഓഡിറ്റോറിയം മൊത്തം ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റേജിൽ വന്ന് അപ്പൊ ഇങ്ങനെ തൂക്കിയിട്ടുള്ളൊരു മൈക്ക് ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഞാനിങ്ങനെ മേരി മേരി വേറെ അറിയൂ എന്നായിട്ട് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ കോട്ടും അതൊക്കെയാണ് ഇട്ടത്. അപ്പൊ ഞാൻ പിന്നെ സ്കൂൾ ഷൂസാണ് ഇട്ടത്. പിന്നെ എനിക്ക് വാച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ. അപ്പൊ അവിടെയുള്ള ഏതോ ഒരു കുട്ടീന്റെ വാച്ചും എടുത്ത് എനിക്ക് ഇതാക്കി. പിന്നെ ഇവിടെ എല്ലാം റോസ് പൗഡർ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അതാണ് എനിക്ക് ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് തോന്നിയത്. ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്കെല്ലാം ഇത് അടിപൊളി ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ നമുക്കൊരു സമാധാനം സന്തോഷം എല്ലാം വന്നു. അപ്പൊ അതാണ് എനിക്ക് ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് തോന്നിയത്. ഓക്കെ, ഇനി 13th ക്വസ്റ്റ്യൻ ചോദിച്ചത് സൗരഭ് വിനോദ് KV ആണ് ചോദിച്ചത്. വെൻ ഡു യു റിയലി മിസ് എ ബ്രദർ? ഞാൻ ഒരു ബ്രദറിനെ മിസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് എന്ന് പറയാൻ ഒരു ബ്രദർ ഇല്ല, സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രദർ പിന്നെ കസിൻസ് ഒക്കെയാണ് ബ്രദർ ആയിട്ടുള്ളത്. അപ്പൊ അവരെ എങ്ങനെയാ മിസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളെ ബ്രദേഴ്സ് ഒന്നും ഇല്ലാണ്ട് വെറും സിസ്റ്റേഴ്സ് മാത്രം. സിസ്റ്റേഴ്സിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ബ്രദേഴ്സ് ഇല്ല. നമ്മൾ സിസ്റ്റർ അപ്പൊ നമ്മൾ വിചാരിക്കും, എന്റെ ഫ്രണ്ട്സിനെ ബ്രദേഴ്സിനെ കൂട്ടിയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഷോ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ഒരു ബ്രദർ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വിചാരിക്കാറുണ്ട്. പിന്നെ എന്റെ അച്ഛന്റെ ഫാമിലിയിലായാലും അമ്മേന്റെ ഫാമിലിയിലായാലും എല്ലാ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല മുടിയുള്ള ഏട്ടന്മാരാണ്. അപ്പൊ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടി ഇവിടെയൊക്കെ നല്ല പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കളിക്കുന്ന കുറെ ഏട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടൈം ഇപ്പൊ ഞാൻ വിചാരിക്കും ഈ ഒരു കൊറോണ കൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് എന്റെ ബ്രദേഴ്സിനെ. അടുത്തത് 14th ക്വസ്റ്റ്യൻ ചോദിച്ചത് സാൻവിയ ശ്രീദേശ് ആണ്. ഹു ഇസ് യുവർ റോൾ മോഡൽ? റോൾ മോഡൽ എന്ന് പറയാൻ സിസ്റ്ററിനെ പറയാം. റോൾ മോഡൽ ആയിട്ട് എനിക്ക് തോന്നിയത് സിസ്റ്റർ ആണ്. സിസ്റ്റർ ആണ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ ചോദിച്ചത് ഋത്തിക മനോജ് ആണ്. വാട്ട് ഈസ് എ ഗുഡ് തിങ് യു ഹാവ് ഡൺ ഇൻ യുവർ ലൈഫ് വിച്ച് യു ക്യാൻ നെവർ ഫോർഗെറ്റ്? അത് പറയാൻ നമുക്ക് ഒരിക്കൽ പ്രളയം വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ പ്രളയത്തിന്റെ ടൈം നമ്മളെ കയ്യിലുള്ള കുറച്ച് പൈസ നമ്മളൊരു ഫ്രണ്ട് വന്നപ്പോ നമ്മള് അവരോട് പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ ഇതും അവിടെ കൊടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൊടുത്തായിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും ചെയ്തൊരു നല്ല കാര്യവും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യവും അതാണ്. ഓക്കെ, അടുത്തത് 16th ക്വസ്റ്റ്യൻ ചോദിച്ചത് തേജ സുനിലാണ്. What was your intention upon starting a YouTube channel? Did anyone inspire you? If yes, who was that? എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊറോണ ടൈമാണ്. ഞാൻ ഒരിക്കൽ എന്റെ ഫസ്റ്റ് വ്ലോഗിൽ പറഞ്ഞായിരുന്നു ഈ കൊറോണ ടൈം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ. പിന്നെ എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഫാമിലീസ് തന്നെയാണ് ഇൻസ്പയർ ചെയ്തത്. നീ ചെയ്തോ, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ. പിന്നെ എനിക്കും ഉണ്ടായിരുന്നു മനസ്സിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് 17th ക്വസ്റ്റ്യൻ ചോദിച്ചത് ഗായത്രി SR28 ആണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഇതാണ്, what 3 habits will improve your life? എന്റെ ലൈഫിൽ 3 ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേഗം കരച്ചിലിരിക്കും. ആ കരച്ചിൽ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എഴുതാൻ കുറച്ച് മടിയാണ്. അപ്പൊ ആ എഴുതാൻ മടികളൊന്നും നല്ലോണം വേഗം എനിക്ക് തന്നെ തോന്നി ഒന്ന് വേഗം എഴുതാം, അതൊക്കെ എഴുതി വെക്കാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ തേർഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ, എനിക്കങ്ങനെ വേഗം ദേഷ്യം വരും അങ്ങനെ. പക്ഷെ എനിക്ക് ഉള്ളിലേ ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് എങ്ങനെയോ വരും. അതങ്ങനെ പുറത്ത് വരാണ്ട് ഉള്ളിൽ തന്നെ നിന്നാലും മോശമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പുറത്ത് കാണിക്കുന്നത് മോശം. അപ്പൊ ഉള്ളിൽ തന്നെ ഉണ്ടായ ആ ദേഷ്യം ഒന്ന് വേഗം തന്നെ ഉള്ളിൽ നിന്ന് പോയി പോട്ടെ എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്റെ 3 ഹാബിറ്റ്സ് ദാറ്റ് വിൽ ഇംപ്രൂവ് മൈ ലൈഫ്. അടുത്തത് ചോദിച്ചത് 18th ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫാൽക്കൺ ആണ്. ഇഫ് യു ഹാഡ് മാജിക്കൽ പവേഴ്സ് നെയിം സംതിങ് യു വുഡ് ചേഞ്ച്. എനിക്കൊരു മാജിക്കൽ പവർ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോ
മാജിക്കൽ പവർ ആയിട്ട് വേഗം തന്നെ ടപടപടപടപടാന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ നമ്മളിപ്പോ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചിലതൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് വരുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് വേഗം തന്നെ എങ്ങനെയെങ്കിലും എന്റെ മൈൻഡിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് എക്സാമിന് ടടപടാന്ന് എഴുതാൻ കഴിയുന്നത് നല്ലതായിരുന്നു. പിന്നെ വേഗം കരച്ചിൽ വരുന്നത് ഒന്ന് മാജിക്കൽ പവേഴ്സ് ഉണ്ടെങ്കിൽ കരച്ചിലൊന്നും അധികം വരുമില്ലല്ലോ, അതൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കുമല്ലോ. അങ്ങനത്തെയുള്ള ചില കാര്യങ്ങളാണ്. അടുത്തത് 19th ക്വസ്റ്റ്യൻ ചോദിച്ചത് സിന്ദൂരിയാണ്. ക്രിസ് ചോദിച്ചത് വാട്ട് ഈസ് യുവർ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി വിത്ത് യുവർ സിബ്ലിംഗ്. അത് കോമഡിയാണ്. എന്താ വെച്ചാല് ഞാൻ എന്തിനാണ് എത്രയായിരിക്കും, എനിക്കൊരു 2-3 വയസ്സുണ്ടാവും. അപ്പൊ ആ ടൈം എന്താ വെച്ചാൽ എന്റെ ഏച്ചിക്ക് നേരെ ഒരു ഏതോ ക്ലാസ് പഠിക്കുന്നുണ്ടാവും, 3rd, 4th, 5th ആറ്റും പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈം ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്താ പറയാ ഒരു ഇതാണ് ഡോറ ബുജി. അപ്പൊ ഡോറ ബുജി ഉള്ള ടൈം അതിപ്പോ പറയുമ്പോ ഇവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, അയ്യോ അത് പറയല്ലേന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും പറയും. അപ്പൊ അമ്മക്കും അമ്മമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത ചക്ക ഉണ്ടാവല്ലോ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് രണ്ടാക്കും ആ പഴുത്ത ചക്ക കിട്ടി. അപ്പൊ അവർ രണ്ടാളും അതും എടുത്തിട്ട് അങ്ങ് അടുക്കളയുടെ ആ ഒരു സ്ഥലത്ത് പോയി. അപ്പൊ ഏച്ചീന്റെ ഇടയ്ക്ക് എന്നെ കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടാണത്. അപ്പൊ ഏച്ചീനോട് പറഞ്ഞു ഒന്ന് ശിവേനെ നോക്കണേന്ന് പറഞ്ഞിട്ട് ഏച്ചിന്റെ അവിടെ വെച്ചു. അപ്പൊ ഏച്ചി അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ഞാൻ അവിടെ നിന്നൊക്കെയോ കളിക്കുന്നു. ഏച്ചി ഡോറാമജിയും കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ കഥ ഓർമ്മയില്ല കേട്ടോ. ഇവർ എന്നോട് പറഞ്ഞു തന്നാണ് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞത് ഇവരാണ്. അപ്പൊ ഇങ്ങനെ നിന്നപ്പോ ഇവരെന്നെ മൈൻഡും ചെയ്യുന്നില്ല. പിന്നെ ഞാനെന്താ വേണ്ടത്, എനിക്ക് ചെറുതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ, ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു ഇങ്ങനെ അല്ല ഇതാക്കുമ്പോ ഞാൻ വീട്ടിന്റെ പുറത്തിറങ്ങി. അപ്പൊ പുറത്തിറങ്ങിയപ്പോ അമ്മമ്മ എന്റെ മൂത്തേന്റെ വീട്ടിലായിട്ടും പോകുന്ന. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മമ്മ നമ്മളെ വീട്ടിന്റെ ഇപ്പുറത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് പോകുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അമ്മമ്മേന്റെ ബാക്കിലേ ഒരു നടന്നു. പക്ഷെ അമ്മമ്മ അറിയേയില്ല ഞാൻ അമ്മമ്മേന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അമ്മമ്മ എവിടെ പോയി, പിന്നെ അമ്മമ്മേനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. എനിക്ക് ഞാൻ കുഞ്ഞിയല്ലേ, എവിടെ പോകേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ നടന്നു, എവിടെയോ എത്തി. എന്നേരം അവിടെ നമ്മള് സാറ്റർഡേ ആയിരുന്നു. അപ്പൊ സാറ്റർഡേക്ക് ഇങ്ങനെ പിച്ചക്കാരൊക്കെ കുറെ നടക്കും. അപ്പൊ അവിടെ അങ്ങനെ പിച്ചക്കാരൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പൊ ഒരു കാർ അവിടെ നിർത്തിയിട്ട് അത് നമ്മൾ സ്കൂളിൽ ഒരു മിസ്സായിരുന്നു. എന്താ മിസ്സിന്റെ പേരുണ്ടായിരുന്നു. അപ്പൊ ആ മിസ്സായിരുന്നു. അപ്പൊ ഏച്ചിനെ പഠിപ്പിച്ചൊരു മിസ്സായിരുന്നു. അപ്പൊ എന്നെ കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പൊ മിസ് ചോദിച്ചു ഇത് നമ്മുടെ സിയോണയുടെ സിസ്റ്റർ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ എന്റെ അച്ഛൻ അറിയുന്ന ഒരു അങ്കിളും ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചു അയ്യോ ഈ കുട്ടിയെന്താ ഒറ്റക്ക് ആരെയും കാണുന്നില്ലല്ലോ, ഈ കുട്ടിയെന്ത് മാത്രം ഇങ്ങനെ നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ അങ്കിൾ എന്നെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. അപ്പൊ വീട്ടിൽ ഈ സംഭവം അറിയയില്ല, ഞാൻ പുറത്ത് പോയതും അറിയില്ല, ഒന്നും അറിയില്ല. ഇവരെ ചക്ക ഒരേ തീറ്റിയ. പിന്നെ സിസ്റ്റർ അങ്കിള് ടിവിന്റെ മുമ്പിൽ പ്രതീക്ഷിച്ചാ പിന്നെ അവൻ അറിയില്ല, ടിവിന്റെ മുമ്പിൽ തിന്നെ. അപ്പൊ ഈ അങ്കിളെന്നെ എടുത്തിട്ട് വരുമ്പോഴാണ് ഇവരെ തിന്നത് ശിവാനെ എന്ത് ഈ അങ്കിളുടെ അവർക്ക് എന്തിനാണ് തിരിയുന്നത് പോലും. അപ്പൊ അങ്കിള് വന്നിട്ട് പറഞ്ഞു ഇതെന്താ നിങ്ങള് കുട്ടീനെ ഒറ്റക്ക് വിട്ടിരിക്കുന്നത്, നിങ്ങളെന്ത് ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് അങ്കിള് കുറെ കലമ്പി. പിന്നെ അച്ഛൻ വീട്ടിൽ വന്നപ്പോ എല്ലാവർക്കും നല്ലോണം കിട്ടി. അതാണ് എനിക്ക് ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി വിത്ത് മൈ സിസ്റ്റർ. ഞാനിപ്പോ നിങ്ങളെ പോലെ യൂട്യൂബ് ചെയ്യുന്നുണ്ടാവില്ല, ഞാൻ ഏതെങ്കിലും പിച്ചക്കാരനെ പോലെ ഇങ്ങനെ ഇതാക്കുന്നുണ്ടോ. അതാണ് എന്റെ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി വിത്ത് സിബ്ലിംഗ്. അയ്യോ, അടുത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ശിവനന്ദനയാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ആൻഡ് വൈ? 20th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ആൻഡ് വൈ? എന്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ടുള്ളത് ഇങ്ങനെ അമേരിക്കത്തെ സ്നോ ഒക്കെ ഉണ്ടാവും. ആ സ്നോ ടൈം ഉണ്ടാവുമ്പോൾ സ്നോയിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന കാനഡയും അമേരിക്കയിൽ ഇങ്ങനെ സ്നോ, ജർമ്മനിയും ഒക്കെ ഇങ്ങനെ സ്നോനെ കൊണ്ട് കളിക്കുന്ന സ്ഥലം. സ്നോ ഉണ്ടാവില്ല ചില സ്ഥലത്ത് ഒരു സീസൺ ആകുമ്പോൾ. അപ്പൊ ആ സ്നോ ഉള്ള സ്ഥലത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല തണുപ്പുള്ള സ്ഥലത്ത്. അപ്പൊ പണ്ടൊക്കെ എനിക്ക് അമേരിക്കയിൽ പോയാൽ നല്ല രസമായിരിക്കില്ല, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഈയിടെ ആയിട്ട് വന്നത് മാൽദീവ്സ് ആണ്. നല്ല അവിടുത്തെ ആ ഒരു ബീച്ച്, അങ്ങനെ ബീച്ച് എന്നായിരിക്കും ആ സ്ഥലത്ത് പറയാം. എന്തോ അടുത്തൊരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് മാൽദീവ്സും അമേരിക്കയും. പക്ഷെ അമേരിക്കയിൽ ഇങ്ങനെ ലൈഫ് ലോങ് നിൽക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ടൂറൊക്കെ പോയി വരുമല്ലോ, അങ്ങനെയൊക്കെ പോകാനാണ് എനിക്ക് അമേരിക്ക ഇഷ്ടം. പിന്നെ മാൽദീവ്സും അങ്ങനെ ടൂറൊക്കെ പോകാനാണ്. ഓക്കെ, ഇനി 21 ക്വസ്റ്റ്യൻ ചോദിച്ചത് ലിംഷ ഷിജിനാണ്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ലിംഷ ഷിജിലാണ് ചോദിച്ചത്. അപ്പൊ ലിംഷ ഷിജിൽ എന്റെ മാമിയാണ്. അപ്പൊ മാമി ഭയങ്കര സപ്പോർട്ടാട്ടോ, മാമി നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ മാമി കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മാമി ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which type of dress do you like most, traditional or modern? എനിക്ക് അങ്ങനെ പറയാൻ ട്രഡീഷണലും ഇഷ്ടം മോഡേണും ഇഷ്ടമാണ്. പിന്നെ കുറെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ നല്ല ധാവണി കൊടുത്തു പോകാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോഡേണും ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആണ് ഇഷ്ടം. അടുത്തത് മാമി ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, do you have craze for anything, for example chappals, dress, nail polish, variety foods? അങ്ങനെ പറയാനിപ്പോ ഈ എക്സാമ്പിൾ ആണല്ലോ, അതിൽ എനിക്ക് വെറൈറ്റി ഫുഡ്, എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചപ്പൽസിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. ക്രേസ് എന്നൊന്നും പറയാനില്ല, പിന്നെ ഈ ഒരു ഇതില് ചപ്പൽസിനോട് ഭയങ്കര ക്രേസ് ആണ്. പിന്നെ വെറൈറ്റി ഫുഡ്സ് ഭയങ്കര ക്രേസ്. അപ്പൊ അടുത്ത മാമി ചോദിച്ച തേർഡ് ക്വസ്റ്റ്യൻ ആണ്, സാഡ് ഫിലിം കണ്ട് ഇരുന്ന് കരഞ്ഞ ഡേയ്സ് ഉണ്ടായിട്ടുണ്ടോ? കുറേ ഡേയ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കരഞ്ഞാൻ വന്ന് കുറേ സിനിമാസ് ഞാൻ കുറേ കണ്ട് ഞാൻ നല്ലോണം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ പറയണമെങ്കിൽ കുറെ സിനിമാസ് ഉണ്ട്. പക്ഷെ അതിൽ എന്നെ കൂടുതൽ കരച്ചിൽ വന്നത് നമ്മുടെ തന്മാത്ര ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് എനിക്ക് നല്ലോണം കരച്ചിൽ വന്നത്. പിന്നെ പറയാൻ ദശരഥം കണ്ടിട്ട് കുറച്ച് കരച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിത്രമുണ്ടല്ലോ, ചിത്രത്തിൽ ലാസ്റ്റ് മോഹൻലാലിനെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോ മോഹൻലാൽ ചോദിക്കുന്നുണ്ടല്ലോ, എന്നെ കൊല്ലാതെ വിട്ടൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പോ ഞാൻ നന്നായി ഇരുന്ന് കരഞ്ഞു. അപ്പൊ എന്നെ കുറെ ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് തന്മാത്രയാണ്. അത് ഞാൻ നല്ലൊരു കരച്ചിൽ വന്നിട്ട് എനിക്ക് തോന്നിയത് അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ എന്റെ Q&A സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ഒരു സെഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആരും മറക്കണ്ട, ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ചില ആൾക്കാർ വെറും കണ്ടിരിക്കുവാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പ്ലീസ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. See you in my next video. Bye bye.